നമസ്കാരം, സമയം മലയാളം ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം. രുചിയേക്കാൾ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ജോലിക്ക് പോകുന്നവർക്കും കുട്ടികൾക്കുമൊക്കെ സ്നാക്സ് ആയിട്ട് കൊണ്ടുപോയി കഴിക്കാൻ സാധിക്കുന്ന ഹൈ പ്രോട്ടീൻ അടങ്ങിയ നട്ട്സുകളെയും സീഡ്സുകളെയും കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നട്ട്സുകളും സീഡ്സുകളും ആരോഗ്യകരമായ ഗുണങ്ങൾ നൽകുന്ന ആവശ്യ ഭക്ഷണങ്ങളാണ്. ഇതൊരു ബാലൻസ്ഡ് ഡയറ്റ് ആണെന്ന് തന്നെ പറയാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇത് കഴിക്കാൻ സാധിക്കുന്നവയാണ്. ആരോഗ്യമുള്ള കൊഴുപ്പുകൾ, പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ, ഫൈബർ, ആന്റി ഓക്സിഡൻസ്, വിറ്റാമിൻ, മിനറൽസ് എന്നിവയാൽ സമ്പുഷ്ടമാണ് ഇത്. വിട്ടുമാറാത്ത പല രോഗങ്ങളും തടയാൻ നട്ട്സുകൾക്കും സീഡ്സുകൾക്കും സാധിക്കും. അമിതമായി മാംസാഹാരത്തെയോ പാലുൽപ്പന്നങ്ങളെയോ ആശ്രയിക്കാതെ തന്നെ പ്രോട്ടീൻ ലഭിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നട്ട്സും സീഡ്സും. ഒന്നെങ്കിൽ നമുക്ക് ലഘുഭക്ഷണമായി കഴിക്കാം, അല്ലെങ്കിൽ ബ്രേക്ക് സമയത്ത് അതിലും ആഡ് ചെയ്യാം. നട്ട്സും സീഡ്സും കണ്ടാൽ വളരെ ചെറുതാണെങ്കിലും ഇവയ്ക്ക് വളരെ ഏറെ ഗുണങ്ങളുണ്ട്. ബദാം, നിലക്കടല, ചണവിത്തുകൾ, മത്തൻ വിത്തുകൾ എന്നിങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. നട്ട്സുകളിലും സീഡ്സുകളിലും എന്തൊക്കെ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു, ഏതൊക്കെ നട്ട്സുകളും സീഡ്സുകളും കഴിക്കുന്നത് നല്ലതാണ്, എത്ര അളവിൽ അവ കഴിക്കാമെന്ന് വിശദമായി നോക്കാം. 1. നിലക്കടല. വളരെ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് നിലക്കടലകൾ. മണ്ണിനടിയിൽ വളരുന്നത് കൊണ്ട് തന്നെ ഇതിന് ഗുണങ്ങൾ ഏറെയാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. 1/4 കപ്പ് നിലക്കടല കഴിക്കുന്നത് കൊണ്ട് ഏകദേശം 9.5 ഗ്രാം പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനും ഹൃദയാരോഗ്യത്തിന് സഹായിക്കുന്ന നല്ല കൊഴുപ്പുകളും നിയാസിൻ, തയാമിൻ പോലുള്ള ബി വിറ്റാമിനുകളും ലഭിക്കും. വ്യായാമത്തിന് ശേഷം സ്മൂത്തികളിൽ ചേർത്ത് കഴിക്കാം. ഉച്ച കഴിഞ്ഞുള്ള ലഘുഭക്ഷണത്തിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാം. 2. മത്തൻ വിത്തുകൾ. മത്തൻ വിത്തുകളുടെ ഗുണങ്ങളെക്കുറിച്ച് പലർക്കും വലിയ ധാരണകളൊന്നും കാണില്ല. എന്നാൽ നമുക്ക് വളരെ എളുപ്പം ലഭിക്കുന്നതും ഏറെ പ്രോട്ടീൻ നിറഞ്ഞ ഒന്നാണ് മത്തൻ വിത്തുകൾ. കൂടാതെ സിങ്ക്, മഗ്നീഷ്യം എന്നിവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രതിരോധ ശേഷി, അസ്ഥികളുടെ ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. അടുത്തത് ബദാം. ബദാമിന്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും വലിയ ധാരണയുള്ളതാണ്. മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ, പ്രോട്ടീൻ, നാരുകൾ, വിറ്റാമിൻ ഇ, മഗ്നീഷ്യം തുടങ്ങിയ മിനറലുകളാണ് ഇതിൽ ഉള്ളത്. ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലായി ലഭിക്കാറുമുണ്ട്. അതുപോലെ രാത്രിയിൽ വെള്ളത്തിലിട്ട് കുതിർത്ത് രാവിലെ എഴുന്നേറ്റ് തൊലി കളഞ്ഞു കഴിക്കുന്നത് നല്ലതാണ്. അടുത്തത് പിസ്ത. ബദാം പോലെ നമുക്ക് വളരെ പരിചയമുള്ള ഒന്നാണ് പിസ്ത. പിസ്ത 2 രീതിയിൽ നാട്ടിൽ ലഭിക്കാറുണ്ട്. ഒന്നെങ്കിൽ ഷെല്ലോട് കൂടി, അല്ലെങ്കിൽ ഷെല്ല് മാറ്റി. ഷെല്ലിനുള്ളിൽ നിന്നും ആ ഷെല്ല് മാറ്റി വേണം പിസ്ത കഴിക്കാൻ. ഇത് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടും അല്ലെങ്കിൽ ലഘുഭക്ഷണമായിട്ടുമൊക്കെ കഴിക്കാവുന്നതാണ്. 5. കശുവണ്ടി. കശുവണ്ടിയെ കേരളീയർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതിൽ പ്രോട്ടീൻ, മഗ്നീഷ്യം, ഇരുമ്പ് തുടങ്ങിയവ ധാരാളമുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക് ടൈമിലോ സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാം. 6. വാൽനട്ട്. തലച്ചോറിന് സമാനമായ ആകൃതിയിൽ കാണപ്പെടുന്ന ഒന്നാണ് വാൽനട്ട്. ഇതിന്റെ രുചി എല്ലാവർക്കും പിടിക്കില്ലെങ്കിലും വളരെ ഗുണമുള്ള ഒന്നാണിത്. പ്രോട്ടീൻ, ഒമേഗ 3 കൊഴുപ്പുകൾ എന്നിവ കൊണ്ട് സമ്പന്നമാണ് ഇവ ഹൃദയത്തിന്റെയും തലച്ചോറിന്റെയും ആരോഗ്യത്തെ കൂട്ടാൻ സഹായിക്കുന്നവയാണ്. അതുപോലെ പ്രോട്ടീനുകളും നാരുകളും ഏറെ ഗുണങ്ങളുള്ള 2 സീഡുകളാണ് ചിയ സീഡും ഫ്ലാക്സ് സീഡും. ഇത് നിങ്ങൾക്ക് ഓട്സിലോ സ്മൂത്തിയിലോ ചേർത്ത് കഴിക്കാവുന്നതാണ്. നട്ട്സുകളും സീഡ്സുകളും കഴിക്കുന്നത് ഏറെ ഗുണം ചെയ്യുമെങ്കിലും അമിതമായി കഴിക്കരുത്. നട്ട്സുകളാണെങ്കിൽ ദിവസവും 3-4 എണ്ണം മാത്രമേ കഴിക്കാവൂ. അതുപോലെ സീഡ്സുകളാണെങ്കിൽ 1 സ്പൂൺ മാത്രമേ നിങ്ങൾക്ക് കഴിക്കാൻ പാടുള്ളൂ. അലർജി പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ ഡോക്ടറിനെ കണ്ടതിന് ശേഷം മാത്രമേ ഇത് കഴിക്കാവൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.